ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ TasteTripsTips. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ ഐസ്ക്രീമാണ്. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 ലിറ്റർ പാലാണ്. ആദ്യമായിട്ട് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. 1 ലിറ്റർ പാല് പകുതിയിൽ താഴെയാക്കണം. ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി പകുതിയിലും താഴെയാക്കണം. നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറേ സമയം കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഏകദേശം പകുതിയിൽ താഴെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളർ വരും. അതായത് ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു ചെറിയൊരു കൺസിസ്റ്റൻസി വരും. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. വെളിയിലും വെച്ചിരുന്നാൽ മതി. ചൂടാറിയ ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മിക്സായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ മാംഗോ സ്ലൈസ് ചെയ്തതാണ്. നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് മാങ്ങ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഏറെ നല്ലത്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ജെൽ കളർ ആഡ് ചെയ്യാം. ഞാൻ ഒരു ഡ്രോപ്പ് ജെൽ കളർ ചേർത്തിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തത്. അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അത് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ജെൽ കളർ ആഡ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ച ശേഷം ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ കൊണ്ട് ഒന്ന് കവർ ചെയ്യുക. ഐസ് ക്രസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു എയർ ടൈറ്റ് ബോളിലാണ് ആ ലിഡ് എടുത്ത് അടച്ച് നന്നായിട്ട് വെക്കുക. ഇനി ഒരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഒരുവിധം കട്ടിയായിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് ഒന്നും കൂടി വിപ്പ് ചെയ്തെടുത്തു. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് എയർ ബബിൾസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനത് സ്കൂപ്പ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് എയർ ബബിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എയർ ബബിൾസിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കുലുക്കി അതിനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേന് എയർ ബബിൾസൊക്കെ ഒന്ന് പോവും. വീണ്ടും ഇത് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നല്ല ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ മാംഗോ ഐസ്ക്രീം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര സന്തോഷത്തോടെ കഴിച്ചു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.